സാർ, ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിച്ചു. അപ്പോൾ G7 ഉച്ചകോടിക്ക് മുമ്പായിട്ട് സൈപ്രസ് സന്ദർശിക്കുന്നു. സൈപ്രസിൽ നിന്ന് കിട്ടുന്ന ഒരു ഓർഡർ നാഗാസ്ത്ര എന്ന് പറയുന്ന തദ്ദേശീയമായ ആയുധം വേണമെന്നാണ്. അപ്പോൾ മോദി അതിനോട് യോജിച്ചോ? പിന്നെ അത് ഡിഫൻസ് കരാർ, നമ്മൾ പ്രതിരോധ കരാർ ഒപ്പിട്ടു. കഴിഞ്ഞ ദിവസം പല കരാറുകളും ഒപ്പിട്ടു സൈപ്രസുമായിട്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് അർമീനിയ വലിയ വിപണിയാണല്ലോ. അതെ. ഈ തുർക്കി അസർബൈജാൻ ആയുധം കൊടുക്കും, അർമീനിയായിട്ട് യുദ്ധം ചെയ്യും. നമ്മൾ സൈപ്രസിന് ആയുധം കൊടുക്കും, സൈപ്രസ് തുർക്കിയായിട്ട് യുദ്ധം ചെയ്തോളും. അപ്പൊ നമുക്ക് പുതിയൊരു വിപണി തുറന്നു. ഇതായിരുന്നു മോദി പോയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്, സൈപ്രസ് നമ്മുടെ ആയുധ വിപണി ആവുക എന്നുള്ളത്. കാരണം നമ്മളൊരു വൻശക്തിയാണ്. ഈ പല വൻശക്തികളും ലോകത്ത് വലുതായിരിക്കുന്നത് ആയുധം വിറ്റിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിമാനം എന്ന് പറയുമ്പോൾ 1500 കോടി ഇല്ലേ? വാക്സ് എന്നൊക്കെ പറയുമ്പോൾ 2000 കോടി, 30 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1500 കോടി രൂപയ്ക്ക് തരാം എന്നൊക്കെ പറയുന്നത്, വലിയ കോടികൾ വരുന്നതൊക്കെ ആയുധത്തിൽ നിന്നാണ്. മോദി നമ്മൾ ഈ ചാവേർ ഡ്രോണുകളാണിത്. ചാവേർ ലോയിറ്ററിങ് മ്യൂണിഷൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലോയിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ ചുറ്റിത്തിരിയുക എന്നുള്ളതാണ്. അവസാന ലക്ഷ്യം കണ്ടിട്ട് അത് അതെ, ലക്ഷ്യം കഴിഞ്ഞ് ഒരു ലക്ഷ്യത്തിന്റെ അടുത്ത് പോവുക, പതുങ്ങി ഒക്കെ നിന്നിട്ട് ഇത് ചിലപ്പോൾ ആരെങ്കിലും തകർക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ലക്ഷ്യം കാണുന്നത് തകർക്കാൻ വേണ്ടിയുള്ള ഡ്രോണുകളാണ്, വെറുതെ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പ്രിസിഷൻ ഗൈഡഡ്, കൃത്യതയുള്ള, ഇവിടെ നിന്ന് ഒരു ദൂരെ നിന്ന് തന്നെ നിയന്ത്രിക്കാവുന്ന ഇല്ലേ, അങ്ങനത്തെ നാഗാസ്ത്ര 1 അതാണ് നമ്മൾ സൈപ്രസിന് കൊടുക്കുന്നത്. അത് സോളാർ ഇൻഡസ്ട്രീസ്, മേക്ക് ഇൻ ഇന്ത്യ സോളാർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നമ്മൾ കൊടുക്കാൻ സാധ്യതയുള്ള ഒന്ന് സ്കൈ സ്ട്രൈക്കർ. അത് ആൽഫ ഡിസൈൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി, അതും സ്വകാര്യ കമ്പനി ഉണ്ടാക്കുന്നതാണ്. സ്കൈ സ്ട്രൈക്കറും നാഗാസ്ത്രയും ഇത് ഈ ചാവേർ ഡ്രോണുകളാണ്. നാഗാസ്ത്രയ്ക്കുള്ള കരാറ് സൈപ്രസുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് സംയുക്തമായി ഉണ്ടാക്കുന്നതാണ്. ഈ സ്വകാര്യ കമ്പനികളിലും ഇസ്രയേലിൻ്റെ സഹായം, അങ്ങനെ സംയുക്തമായി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇസ്രയേലും ഇന്ത്യയും ചേർന്ന് ഉണ്ടാക്കുന്ന ചാവേർ ഡ്രോണുകളാണ് സൈപ്രസ് വാങ്ങിക്കുന്നത്. അപ്പോൾ തുർക്കി, നമ്മൾ ഈ രണ്ടെണ്ണം, ഈ സ്കൈ സ്ട്രൈക്കറും നാഗാസ്ത്രയും ഈ കഴിഞ്ഞ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. അങ്ങനെയാണ് അവ പ്രശസ്തമായത്. ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ എ തൈബയുടെയും താവളങ്ങൾ തകർത്തല്ലോ, അത് ഈ ഡ്രോണുകൾ പോയിട്ട് ആണ് തകർക്കുന്നത്. ഡ്രോണുകൾ പോയി ബഹവൽപൂരിലും മുറിദ്കയിലും, ജെയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ എ തൈബയുടേത് മുറിദ്കയിലും തകർക്കുന്നത് ഈ നാഗാസ്ത്രയും സ്കൈ സ്ട്രൈക്കറും പോയിട്ടാണ് ചെയ്തത്. അപ്പോൾ തുർക്കി സൈപ്രസ് അതിർത്തിയിൽ ബെറാക്ടർ, മറ്റേ B2 ആ ഡ്രോണുകൾ ഒരുപാട് പറത്തുന്നുണ്ട് അവിടെ ഈ അതിർത്തി നിരീക്ഷണത്തിനൊക്കെ. അപ്പോൾ അവർക്ക് ഡ്രോണുകൾ അത്യാവശ്യമാണ്. ഡ്രോണുകൾ അവർക്ക് വാങ്ങിക്കാവുന്ന വിശ്വസ്തമായ ഒരു സ്ഥലം ഇത് തന്നെ നമ്മുടെ ഇതാണ്. ഇവിടെ നിന്ന് വാങ്ങുന്നതാണല്ലോ അവർക്ക് എളുപ്പം. അപ്പോൾ ബെറാക്ടറിന്റെ ശല്യം സഹിക്കവയ്യാതെ ഇന്ത്യയിൽ നിന്ന് നാഗാസ്ത്ര, അപ്പോൾ തുർക്കിയുടെ ബെറാക്ടറിനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ നാഗാസ്ത്ര പോവുകയാണ്. ലോങ് റേഞ്ച് ചാവേർ ഡ്രോണുകളാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. നാഗാസ്ത്രയും സ്കൈ സ്ട്രൈക്കർ കൊടുക്കുകയാണെങ്കിൽ അതും. അപ്പോൾ നാഗാസ്ത്ര 1, സ്കൈ സ്ട്രൈക്കർ തുടങ്ങിയത് എന്താണ് സൈപ്രസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറവാണത്. മറ്റ് ഡ്രോണുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഇന്ത്യയുടെ മിക്കവാറും ആയുധങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മളിവിടെ മറ്റേ ഡോളർ കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്കാണല്ലോ വലിയ തുകയൊക്കെ വരുന്നത്. ഇത് നമ്മൾ സാധാരണ റുപ്പിയിൽ കച്ചവടം ചെയ്യുന്നതാണ്. അപ്പോൾ സാധാരണ ക്രൂസ് മിസൈലിനേക്കാൾ ഇഫക്റ്റീവാണ് ഈ ഡ്രോണുകൾ എന്ന് കണ്ടിട്ടാണ് ഈ ഡ്രോണുകൾ വാങ്ങിക്കുന്നത്. നമ്മുടെ ഈ ഹാരപ്പ് ഈ 9 മണിക്കൂർ ഒരു
ഇന്ധനവും ഇല്ലാതെ ഒന്ന് പറത്തിക്കഴിഞ്ഞാൽ ഹറാപ്പ് 9 മണിക്കൂർ ഇല്ലേ അതെ നിൽക്കും ആകാശത്ത്. അതുപോലെ റേഞ്ച് ആണെങ്കിൽ ഒരുപാട് ഉണ്ട് താനും അതിന്. കിഴക്കൻ മെഡിറ്ററേനിയനിൽ തുർക്കിയെ അത്യാവശ്യം ശരിയാക്കാൻ നമ്മുടെ ഈ ഡ്രോണുകൾ കൊണ്ട് കഴിയും എന്നാണ് സൈപ്രസിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ തുർക്കിക്കിട്ട് സാമാന്യം നല്ല പണി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പണി തന്നാണല്ലോ തുർക്കിയുടെ ഡ്രോണുകൾ കൊണ്ട്. ഇന്ത്യയും സൈപ്രസും കോമൺവെൽത്തിലുള്ള രാജ്യങ്ങളാണ്. 1960 സ്വതന്ത്രമാവുന്നത് ബ്രിട്ടനിൽ നിന്ന്. ആ സ്വാതന്ത്ര്യ സമരത്തിൽ സൈപ്രസിനെ നമ്മൾ പിന്തുണച്ചിരുന്നു. അതുപോലെ സൈപ്രസ് രണ്ടായല്ലോ, തുർക്കി സൈപ്രസും ഗ്രീസ് സൈപ്രസും. വടക്കൻ സൈപ്രസ് തുർക്കിയുടെ കൂടെയാണ്. അത് പക്ഷെ 1/3 ഉള്ളൂ. 2 ഭാഗവും ഗ്രീസിന്റെ കൂടെ നിൽക്കുന്ന സൈപ്രസ് ആണ്. ആഗോളതലത്തിൽ ആ സൈപ്രസിനെ അംഗീകരിച്ചിട്ടുള്ളൂ, തുർക്കി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. അത് നോർത്തേൺ റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈപ്രസ് രണ്ടാകുന്ന യുദ്ധം ഉണ്ടല്ലോ, ആ യുദ്ധത്തിന്റെ സമയത്ത് UN സമാധാന സേന പോയിരുന്നു. ഇപ്പോഴും UN സമാധാന സേന ഉണ്ട് ബഫർ സോണില് 2 സൈപ്രസുകളുടെയും. നമ്മളന്ന് ഇന്ത്യ ആ UN സമാധാന സേനയിലെ അംഗമായി സൈപ്രസിൽ പോയിരുന്നു. നമ്മുടെ 3 കമാൻഡർമാരും ഉണ്ടായിരുന്നു, 3 ജനറൽമാർ അവിടെ ഉണ്ടായിരുന്നു. 2023 സൈപ്രസുമായിട്ട് നമുക്കൊരു കരാർ ഉണ്ടായിരുന്നു. അഡ്വാൻസ്ഡ് സർവൈലൻസ് സിസ്റ്റംസ് കൊടുക്കാമെന്ന്. സർവൈലൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാലും ഡ്രോൺ വരുമല്ലോ, നിരീക്ഷിക്കണം. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചൊരു ഡിഫൻസ് ജേണലില് മോദിയുടെ ഒരു സെയിൽസ് എക്സ്പോ ആയിരുന്നു സൈപ്രസിൽ ഈ സന്ദർശനത്തില്. അപ്പൊ വേറെയും ആയുധങ്ങൾക്ക് കൊടുക്കാം, ഒരു പ്രതിരോധ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. വേറെയും വേണ്ട ആയുധങ്ങളൊക്കെ നമ്മൾ തന്നേക്കാം എന്നുള്ളതായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അത്യാവശ്യം സൈപ്രസിന് തുർക്കിയെ ചൊറിയാം, നമുക്കും പരോക്ഷമായിട്ട് തുർക്കിയെ സൈപ്രസ് വഴി ചൊറിയാം. അപ്പോൾ ഒരു ചിത്രം കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോദി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സൈപ്രസിലൊരു ഗൈഡഡ് ടൂർ മോദിക്കുണ്ടായിരുന്നു. നിക്കോഷ്യയിലെ മറ്റേ തലസ്ഥാനം, അവിടെ നിന്ന് പ്രസിഡന്റ് നീക്കോസ് ക്രിസ്തോ ദൂലിതസ് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ പഴയ നിക്കോഷ്യ അവിടെ നിന്നൊക്കെ സന്ദർശനം നടത്തിയത്. അപ്പോൾ തുർക്കിയുടെ അധിനിവേശം നടന്ന ഭാഗമുണ്ടല്ലോ വടക്ക്, ആ സ്ഥലമൊക്കെ കാണുന്ന അതിർത്തി വരെയൊക്കെ പോയി തുർക്കിയുടെ അധിനിവേശമൊക്കെ സൈപ്രസിന്റെ അതുമൊക്കെ മോദി കണ്ടു. ആ കാണുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആ ബേരിയുടെ അവിടെ പോയി അതിർത്തി പോയി നോക്കുന്നതൊക്കെ. അപ്പുറത്താണല്ലേ നമ്മുടെ ശത്രു എന്ന് ചോദിക്കുന്ന പോലെ നിൽക്കുന്നത്. 24 മണിക്കൂറായിരുന്നു സന്ദർശനം. സൈപ്രസ് സർക്കാർ ആ മോദി ആ അതിർത്തിയിൽ പോയി തുർക്കിയുടെ അധീനതയിലുള്ള സൈപ്രസ് ഭാഗം കാണുന്നതൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ചിത്രങ്ങൾ. 1974 ഈ ഡിവിഷൻ ഉണ്ടായത്, നോർത്തേൺ സൈപ്രസും സദേൺ സൈപ്രസുമായിട്ട്. കിഴക്കൻ മെഡിറ്ററേനിയനിലെ വാതക പര്യവേഷണ ഗ്യാസ് എക്സ്പ്ലറേഷൻ അതിൻ്റെ അവകാശത്തിന് ചൊല്ലിയാണ് തർക്കം ഉണ്ടായത്. കാരണം 2 ഗോത്രമാണല്ലോ, സിപ്രിയോട്ടുകൾ, ഗ്രീസ് സിപ്രിയോട്ടുകളും ടർക്കിഷ് സിപ്രിയോട്ടുകളും തമ്മിലുള്ള തർക്കമായിരുന്നു. അതിനെ ചൊല്ലിയാണ് തർക്കം. ആ തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റേ കിഴക്കൻ മെഡിറ്ററേനിയനിൽ ആർക്ക് ഈ ഗ്യാസ് എടുക്കാം എന്നുള്ളത്, അതിനെപ്പറ്റി ഒരു തർക്കമുണ്ട്. ആ തർക്കം ഈ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. യുദ്ധം ചെയ്തു വേണം. അപ്പോൾ നമ്മുടെ വിദേശകാര്യ വകുപ്പ് പറഞ്ഞു, മോദിയും അവിടുത്തെ പ്രസിഡന്റും നിക്കോഷ്യയുടെ ഹൃദയത്തിലൂടെ നടന്നു എന്ന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സൈപ്രസിൽ പോയ സന്ദർശനത്തിൻ്റെ നയതന്ത്ര പ്രാധാന്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം അതിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, സാധാരണഗതിയിൽ ഇവിടുന്ന് വിമാനങ്ങൾ യൂറോപ്പിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഇടത്താവളമായിട്ട് ഈ
ഇസ്താംബുൾ തുർക്കിയിൽ പോയിട്ടാണ് പോകുന്നത്. അപ്പൊ തുർക്കി കുറേ പൈസ നമ്മുടെ വിമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇന്ധനം ഇല്ലേ, എയർപോർട്ടിൽ നിൽക്കുന്നത്, പിന്നെ അവരുടെ വ്യോമ മേഖല ഉപയോഗിക്കുന്നത്, ഫീസ് കൊടുക്കണം അതിനൊക്കെ. ഇതൊക്കെ ആഥൻസിൽ പോയിട്ട്, ഗ്രീസ് ആഥൻസിൽ പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗ്രീസിന് ഗുണം കിട്ടും. ഒരു സൈപ്രസ്, പ്രധാനപ്പെട്ട സൈപ്രസ് ഗ്രീസുമായിട്ട് ചേർന്നാണ്. ഗ്രീക്കിനോട് ചേർന്ന് UN അംഗീകരിച്ചത് അത് തന്നെയാണ്. അതെ, അപ്പൊ അതിലേക്ക് താമസിയാതെ നീങ്ങാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു. ഇപ്പം ചുരുക്കം പറയാൻ ഗ്രീക്ക്, സൈപ്രസ്, അർമേനിയ തുടങ്ങിയ കുറേ മേഖലകളിലേക്ക് ഇന്ത്യ കൂടുതൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നു, അങ്ങനെ വേണം പറയാൻ അല്ലേ? ഒരു വൻശക്തി ആവുമ്പോൾ പലർക്കും നമ്മളോട് ആദരവ് തോന്നുമല്ലോ. അതെ, അവിടെ ഒരു കൗൺസിലറോ മറ്റോ അല്ലേ മോദിയുടെ കാല് തൊട്ട് വന്നിക്കുന്നതൊക്കെ കണ്ടില്ല. അതെ അതെ, അത് മോദിക്കൊരു സർപ്രൈസ് ആയിരുന്നു. അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ വേറെ സ്ഥലത്ത്. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന പോലെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് മോദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.